ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് റോഡ് സ്റ്റോറീസ് ബൈ ആമിർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിൽ നമ്മൾ ഇനി ഇന്ത്യ ഗേറ്റാണ് കേട്ടോ കാണാൻ പോകുന്നത്. സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് അടുത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ദൂരം ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഇവിടുന്ന് കാണുന്നുള്ളൂ. അതിന്ന് റൗണ്ടൊക്കെ കാണുന്നുണ്ട്, വലിയ റൗണ്ട് ബോട്ടൊക്കെ. അപ്പോൾ ഒരുപാട് ട്രാഫിക് ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. പെട്ടെന്ന് ഈ മാപ്പിൽ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവില്ല, അത്രയും വലിയ റോഡുകളും ട്രാഫിക്കും കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയ റോഡിൽ കൂടെ ഞാനും ഇസ്മായിലൊക്കെ ഇങ്ങനെ സാഹസികമായിട്ട് ഇങ്ങനെ നോക്കി മാപ്പൊക്കെ നോക്കി റോഡൊക്കെ നോക്കി, ചിലപ്പോൾ മാറിപ്പോകും, തിരിച്ചു വരും, അങ്ങനെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളി ഏരിയ ഉണ്ടോ. ഞാൻ നിൽക്കുന്ന ഏരിയ കണ്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. വണ്ടി അവിടെ ഉണ്ട്, രണ്ടു അതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ ഏരിയ കണ്ടോ, ഇതൊക്കെ ഈ മൾബറി വലിയ മരങ്ങളുണ്ടോ, മൾബറിൻ്റെ മരങ്ങളാണ് കേട്ടോ. ഇതിലൊക്കെ കായുണ്ട്. നമ്മൾ ഇന്നലെ നിന്ന് ഹോട്ടലിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു വലിയ മരം തന്നെ. നമ്മൾ കുറേ പറിച്ച് തന്നിട്ടതാ. അടിപൊളിയാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലാൻ ചെറുതായി മാറിയിട്ടോ. പ്ലാൻ മാറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്നത് ജുമാ മസ്ജിദിൻ്റെ അടുത്തേക്കാണ്, ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അടുത്തേക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഒരുപാട് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ദൂരം നമ്മൾ നിൽക്കുന്ന ഏരിയ തന്നെയാണ്, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇന്ത്യ ഗേറ്റിലേക്ക്. അപ്പോൾ അത് എപ്പോഴും പോയി കാണാം. ഇതിപ്പോൾ പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത്. സമയം 3:30 ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാം, അല്ലെങ്കിൽ നൈറ്റ് കാണാനാണ് രസം. പിന്നെ നൈറ്റ് ചിലപ്പം പോകാൻ പറ്റിയെന്ന് വരില്ല, കാരണം 10 മണിക്ക് ഈ കർഫ്യൂ ഉള്ളത് കൊണ്ട് അതിന് മുമ്പേ തിരക്ക് കൂടി വരും. എന്നാലും നമ്മളിപ്പോൾ എന്തായാലും ജുമാ മസ്ജിദിലേക്കാണ് പോകുന്നത്. ജുമാ മസ്ജിദിൽ പോയി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് വേറെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോകട്ടോ. നമുക്ക് എന്തായാലും നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് 3 കിലോമീറ്റർ ആണ് കേട്ടോ നമുക്ക് ജുമാ മസ്ജിദിലേക്കുള്ളത്. നല്ല റോഡാണ്, കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും ഇല്ല ഈ സമയം ആയതുകൊണ്ട്. പക്ഷേ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓഫീസ് ടൈം കഴിഞ്ഞ സമയം 4 മണി 5 മണി ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോവാം. ഡൽഹിയൊക്കെ എത്ര ഡെവലപ്ഡ് ആണെങ്കിലും ഇതുപോലുള്ള സൈക്കിൾ റിക്ഷകൾ ഒരുപാടുണ്ട് കേട്ടോ. സൈക്കിൾ റിക്ഷകളും മനുഷ്യന്മാർ ഈ വലിച്ചു കൊണ്ടുവന്ന റിക്ഷകളും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഒരുപാട് തെരുവുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ തെരുവിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. കുടിൽ കെട്ടിയും അല്ലാതെയൊക്കെ ഒരുപാട് മനുഷ്യന്മാരിങ്ങനെ താമസിക്കുന്നുണ്ട്. ഈ ഫുട്പാത്തുകളിലൊക്കെ രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ വന്നിട്ട് അവർ കിടക്കും. അല്ലാതെ തന്നെ ഈ ചെറിയ ഷെഡുകളൊക്കെ കെട്ടിയിട്ടൊക്കെ കിടക്കുന്നതൊക്കെ ഇഷ്ടം പോലെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ എത്ര വലിയ സിറ്റി ആയി കഴിഞ്ഞാലും അതൊക്കെ നമ്മളെ ഇന്ത്യൻ്റെ ഒരു ഇതിലുള്ളതാണ്, പണ്ട് കാലം മുതലേ ഉള്ളതാണ്. ഇപ്പോഴും അതുണ്ട്. നമ്മുടെ കേരളത്തിലല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും കണ്ടോ സൈക്കിൾ റിക്ഷകൾ കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇല്ലാത്തത് നമ്മൾ കണ്ടിട്ടുള്ളൂ. കർണാടകത്തിൽ വരെ ഉണ്ട് അത്. ഒരുപാട് വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈക്കിൾ റിക്ഷയിൽ സാധനം കൊണ്ടുപോകുന്ന റിക്ഷയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എത്ര വലിയ സിറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിലും അവർ പോകും. ചില സ്ഥലത്ത് ഈ വണ്ടികൾക്ക് അലൗഡ് ഇല്ല കേട്ടോ. എന്നാലും അത് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവർ അലൗഡ് ഇല്ലെങ്കിലും അവർ കയറ്റുന്നുണ്ട്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് എത്ര വലിയ സിറ്റി ആയാലും കാണാൻ പറ്റും. ഓ ഗായ്സ്, നമ്മൾ കണ്ടോ പോകുന്ന ഏരിയ കണ്ടോ, അജ്മീരി മാർക്കറ്റ്, അജ്മീരി ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഒരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഭയങ്കര സെയിൽ നടത്തുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ വണ്ടികൾ, ചെറിയ റിക്ഷകൾ ഒക്കെ ഉണ്ട്. ഭയങ്കര ബ്ലോക്കാണ്. ഒരുപാട് നേരമായിട്ട് നമ്മൾ ഇതിനുള്ളിൽ കയറിയിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലൊക്കെ വണ്ടി ഓടിക്കാൻ. സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ. ആ റിക്ഷയൊക്കെ കണ്ടോ, ഇലക്ട്രിക് റിക്ഷ കണ്ടോ, അത് ഉള്ളിൽ കൂടെയൊക്കെ കയറി വരും. ഏത് സൈഡാണ് വരുന്നത് അതിന് തന്നെ അറിയില്ല. അപ്പോൾ ഒക്കെ നോക്കി പോകണം. സൈക്കിൾ റിക്ഷ ഉണ്ട്. സൈക്കിൾ റിക്ഷയ്ക്ക് കുറച്ച് വീതി കൂടുതലാണ് കേട്ടോ. അപ്പോൾ നോക്കണം, അതിൻ്റെ ടയറിന് മുകളിൽ നമ്മളെ വണ്ടി കയറുന്നത് നോക്കണം. ഭയങ്കര പണിയാണ് ഇതിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ ടാസ്ക് ആണല്ലേ ഇസ്മായിൽ മുത്തുമണിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കേരളാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതാണ് അവിടെ ഇവിടെ നോക്കണ്ട്. സാധനം എടുത്ത് ഒരു പോവും, നമുക്കൊന്നും ചെയ്യാനാവില്ല. കണ്ടോ, അത്രയും ഫുള്ള് വണ്ടികളാണ്. സ്റ്റെക്കാണ് കേട്ടോ മൊത്തം. ഇനി ഇതിലെത്ര ദൂരം പോകണമെന്ന് അറിയില്ല. 1 കിലോമീറ്റർ ആണ് മൊത്തം കാണിക്കുന്നുള്ളൂ അല്ലേ. ശരിയാണെങ്കിൽ 1 കിലോമീറ്റർ എത്തണമെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരും മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഇതാണ് അവസ്ഥ ഈ ഭാഗത്തൊക്കെ. ഈ ഭാഗത്തൊക്കെ ശരിക്കും വണ്ടി എടുക്കാതെ തന്നെ വരിക നല്ലത്. പക്ഷേ നമുക്ക് നമ്മളെ വണ്ടി കൊണ്ട് പോകണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓ
അപ്പോൾ ഗൈസ് ഇവിടെയുള്ള ഈ വയറുകളും കേബിളുകളും കണ്ടോ, പൈപ്പുകളുണ്ട് ഇഷ്ടം പോലെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലേ, ഒന്നെങ്ങനെ കംപ്ലൈന്റ് ആയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണെന്ന് മനസ്സിലാവോ? ആ നന്നാക്കാൻ വരുന്ന ആളെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടല്ലോ, എന്തായിരിക്കില്ല അവസ്ഥ? ഭയങ്കര ഉണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ കണ്ടോ, ഓരോരോ വെറൈറ്റി സാധനങ്ങൾ കിട്ടുക. ഇവിടെ ടയറുകൾ തന്നെ, ടയറുകൾ എന്ന് പറഞ്ഞാൽ ഇത് വലിയ കൗണ്ടറിന് അങ്ങനത്തെ സംഭവങ്ങൾ വെള്ളം കിട്ടുക. ഏതൊക്കെ സെറ്റപ്പ് ഈ നമ്മളെ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇവിടെ ഉള്ളത്. ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, പ്ലൈവുഡുകളുണ്ട്, അത് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ, ഈ ഞെട്ട് ബോൾട്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, ആണികൾ, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ തിരക്കാട്ടോ ഇവിടെ. അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുക, ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ആളുകൾ വലിക്കുന്ന റിക്ഷ ഉണ്ട്, പിന്നെ സൈക്കിൾ റിക്ഷകളുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ ലോക്കലായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ കേട്ടോ യൂസ് ചെയ്യുന്നുണ്ടോ മുഴുവൻ. നമ്മൾ ഒരു 50 മീറ്ററും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഇതുള്ളത് 250-300 മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഈ ഒരു റോഡ്, ഈ ഒരു മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി 30 മിനിറ്റിന് മുകളിലായി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ. ഇതുവരെ നമ്മൾ അജ്മീറിലെത്തിയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ കുറച്ച്, ആ സെയിം അവസ്ഥ. അജ്മീർ പിന്നെ റോഡ് തീരെ അല്ല കേട്ടോ, ഇത് കുറച്ച് റോഡെങ്കിലും ഉണ്ട്. അവസ്ഥ. ഓ ഗായ്സ്, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടും കേട്ടോ. രക്ഷപ്പെട്ടോന്ന് അറിയില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ അടുത്ത സ്ഥലത്ത് പോയി പെടാൻ പോവാണ്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? റൗണ്ട് ബോർഡ് ഉണ്ട്, ആ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ഗൈസ് അതുപോലെ തന്നെയുള്ള റോഡിനാണ് അവിടെ കയറുന്നത്, പക്ഷേ അത്ര ബ്ലോക്ക് ഇവിടെ കാണുന്നില്ല. ബ്ലോക്ക് വേണോ നമുക്ക് ഉണ്ടാക്കട്ടോ. വേണ്ട നമ്മളങ്ങ് പോകാം. ഓ ഗൈസ് കണ്ടോ, സമയം രാത്രി ആയതല്ല കേട്ടോ, 4:30 ആയിട്ടേ ഉള്ളൂ. ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം പാർക്കിങ്ങിൻ്റെ കോംപ്ലക്സിലേക്ക് കയറ്റി 3 നില താഴോട്ട് ഇറങ്ങിയില്ലേ, 3 നില താഴോട്ട് ഇറങ്ങി, 4ാമത്തെ നില മിക്കവാറും ഇറങ്ങും. ഫുള്ളാണ് കേട്ടോ, ഫുള്ളാണ്. ഇതൊരു മണിക്കൂറാണ്, പക്ഷേ ഇപ്പോൾ തന്നെ അരമണിക്കൂറായി തോന്നുന്നുണ്ട് മുകളിലൂടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ ഇതിനടുത്ത് ജുമാ മസ്ജിദിൻ്റെ അടുത്താണ്, കുറച്ച് നടന്നാൽ മതി. വേറെ എവിടെയും പാർക്കിംഗ് ഇല്ല. നമ്മൾ നേരത്തെ വന്ന് പെട്ടുപോയിട്ടോ, നേരത്തെ ശരിക്കും പെട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ വളരെ വീതി കുറഞ്ഞ റോഡ്, ചെറിയ മാർക്കറ്റിനുള്ളിൽ കൂടെ പോയി. നമുക്ക് കുറേ ചീത്തയൊക്കെ കേട്ട് 1-2 പിന്നെ റിക്ഷക്കാരൊക്കെ വന്ന് കുടുങ്ങി ജാമായി പോയിട്ടോ. സൈഡിൽ 2 വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഇല്ല. അവരിങ്ങനെ പോകുന്ന റോഡാണ്. ഈ ഗൂഗിൾ മാപ്പ് ഭയങ്കര പ്രശ്നമാണ്. ഗൂഗിൾ മാപ്പ് വഴി ഇങ്ങനെ തെറ്റിച്ച് തരും, നല്ലതുപോലെ വഴി തെറ്റിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടുപോയി. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പെയ്ഡ് പാർക്കിംഗ് കയറി പാർക്ക് ചെയ്യാൻ വിചാരിച്ചാണ്. ഇപ്പോൾ അതാണ് അവസ്ഥ. എന്തായാലും നോക്കട്ടെ, എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടും. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ വിജയകരമായി പാർക്കിംഗ് പൂർത്തിയാക്കിട്ടോ. 3 റൗണ്ട് അടിച്ച്, അതായത് താഴെ ഇറങ്ങി മുകളിൽ കയറി വന്ന് എക്സിറ്റ് കൂടി വന്ന് എൻട്രി കയറി അങ്ങനെ വന്ന് 3 റൗണ്ട് അടിച്ചപ്പോൾ നമ്മൾ എന്താക്കി, പാർക്കിംഗ് കിട്ടി. ഇത്രയും നേരം പാർക്കിംഗ് കിട്ടിയില്ലായിരുന്നു. ഇവിടെ ഫുള്ളാണ് കേട്ടോ, ഇഷ്ടം പോലെ വണ്ടികൾ, 1000 വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റെയർ വഴി പുറത്തേക്ക് മുകളോട് കയറി പോകാം. സ്റ്റെയർ നമ്പർ നോക്കി കാണും, B3. ഓക്കെ, ഇവിടെ സ്റ്റെയർ കാണുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം. ഓ ഗൈസ്, കയറി നടന്ന ഒരു ബൈക്കായിട്ടോ, സ്റ്റെപ്പ് കയറിയിട്ടില്ലേ. അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് കണ്ടുപിടിക്കണം. ഒരു പിടുത്തമില്ല, കാരണം മുഴുവൻ കാറുകൾക്കിടയിലാണ് നമ്മളുള്ളത്. വണ്ടികളാണ് മൊത്തം പാർക്ക് ചെയ്തിട്ടാണ്. ഈ നടുവിൽ കൂടി നമ്മളെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ജുമാ മസ്ജിദ് ദൂരത്ത് കാണുന്നുണ്ട്, അവിടെ മിനാർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ കോട്ടയം കാണുന്നുണ്ട്, റോഡ് ഫോട്ടോ അതും കാണുന്നുണ്ട്. ഗൈസ് നമുക്ക് നോക്കട്ടെ, എന്തായാലും പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. വണ്ടി അവിടെ സേഫാണ്, പ്രശ്നമില്ല. ഇരിക്കണം, രണ്ടിലൊന്ന് ഇരിക്കണം. ഇരിക്കാം.
ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താനായിട്ടുണ്ട്. കണ്ടോ ഗേറ്റ് നമ്പർ 3 കാണുന്നുണ്ട്. മുമ്പിൽ വലിയൊരു ഗേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട് അല്ലേ? ബാങ്ക് വിളിക്കുന്നല്ലേ സാറാ? അപ്പോൾ നമ്മൾ കയറി വരുന്ന ഗേറ്റിലല്ല, ഇത് ഗേറ്റ് നമ്പർ 3 ആണ് കേട്ടോ. ഒരുപാട് ഗേറ്റുകളുണ്ട് ഇവിടെ കാണാം. ഷാഹി ജമാ മസ്ജിദ് ബിൽഡ് ബൈ മുഗൾ എംപറർ ഷാജഹാൻ 1656 AD കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറി നോക്കാം. വലിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അത് കയറിയിട്ട് മുകളിലോട്ട് പോകണം. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് താഴത്തുനിന്ന്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ടോ. അകത്ത് കയറുന്ന സമയത്ത് ഇവിടെ നിസ്കാരത്തിൻ്റെ സമയമായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ നിസ്കാരത്തിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് അവർ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നത് അലോഡ് ഇല്ലെന്ന് അറിയില്ല. ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഗേറ്റ് നമ്പർ 3 കയറി വന്നത്. ഗേറ്റ് നമ്പർ 2 ആണ് മെയിനായിട്ട് ഗേറ്റ് കാണുന്നത്. പിന്നെ ചെറുതൊന്ന് കാണുന്നുണ്ട് കേട്ടോ. ഗേറ്റ് നമ്പർ 7 എന്നൊക്കെ പറഞ്ഞ് താഴെ കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരുപാട് ഗേറ്റുകൾ ഉണ്ടെന്നാണ്. ഇത് ഒരു സ്ക്വയർ ആയിട്ടാണ്, കറക്റ്റ് സ്ക്വയർ ആയിട്ടാണുള്ളത്. ഈ സ്ക്വയറിൻ്റെ സെൻട്രലായിട്ട് ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അതിൽ വെള്ളമുണ്ട്. അത് ഇവിടെ വരുന്ന ആളുകൾക്ക്, പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾക്ക് അംഗശുദ്ധി വരുത്താനുള്ള കുളമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെറ്റപ്പ് അടിപൊളിയുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും കണ്ടോ. മസ്ജിദിന് മുകളിലൊക്കെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കയറി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും. മസ്ജിദിൻ്റെ ടോപ്പിൽ ആ ഒരു അത്രയും ഹൈറ്റിൽ ആളുകൾ കയറി നിൽക്കുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല വ്യൂ ഉണ്ടാവും. നമ്മളിവിടെ വന്ന് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിട്ടോ. ആ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളിരുന്ന് ഇഷ്ടംപോലെ എല്ലാ ജാതി മതഭേദമന്യുള്ള എല്ലാ മനുഷ്യന്മാരും ഉണ്ട് കേട്ടോ. എല്ലാ മനുഷ്യന്മാർക്കും ഇവിടെ വരാം. എല്ലാവർക്കും എൻട്രി ഉണ്ട്. ഒരു പ്രശ്നങ്ങളുമില്ല. ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഇസ്മായിൽ ഇങ്ങനെ നല്ല പിക്ക് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടില്ലേ ഇസ്മായിലേ? അത് കണ്ടോ ഇനി അതിൻ്റെ മുകളിലെ ആൾക്കാർ? ആ അവിടെ പോയി നോക്കിയാലോ? പിന്നെ പോവാം. അതിലങ്ങനെ അതിൻ്റെ മുകളിൽ പോലെ പിടിച്ചിട്ടാ. ഓ ഗൈസ് കണ്ടോ, അത്രയും ഹൈറ്റിലാട്ടോ ആൾക്കാരുള്ളത്. അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ആളുകളുണ്ട്. അതെങ്ങനെ പോയെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇസ്മായിലേ അതൊന്ന് പോയി അന്വേഷിച്ചു പാടാ നീ. സ്റ്റെപ്പാണ്, കോണിയാണത്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എഴുതി വെച്ചൊരു ബോർഡ് ഇട്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്തും കണ്ടു, പുറത്തും കണ്ടു. ടിക്ടോക്ക് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ മോസ്ക്. ടിക്ടോക്ക് പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ ഇവിടെ. ടിക്ടോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു വെറൈറ്റി ബോർഡാണ്. ഇതുവരെ ഒരു സ്ഥലത്തും കാണാത്ത ബോർഡാണ് കേട്ടത്. ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതിൻ്റെ ഏരിയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ട്. അവിടെയൊക്കെ കണ്ടോ ഒരുപാട് ആളുകൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, കുട്ടികളിങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ഇവിടെ ടവർ ടിക്കറ്റൊക്കെ ഉണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. ടിക്കറ്റിനുള്ള കൗണ്ടറുണ്ട്. ടിക്കറ്റിന് 50 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറാൻ ടിക്കറ്റിന് 50 രൂപയാണ്. അത് കുറച്ച് ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഗേറ്റ് നമ്പർ 1 ഉണ്ട്. ഗേറ്റ് നമ്പർ 1 അടുത്ത് പോയി. അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കയറി നിൽക്കുന്ന ഒരുപാട് ആളുകളെ കാണാം നമുക്ക്. ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉറുദുവിലാണ് കേട്ടോ എഴുതി വെച്ചത്. അത് മനസ്സിലാവുന്നില്ല.
ഒന്നാം ഗേറ്റിൻ്റെ അടുത്ത് കൂടെയാണ് മുകളിലോട്ടുള്ള എൻട്രൻസ് കിട്ടും. ആ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മുകളിൽ കയറാം. മുകളിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ആ ഗോപുരത്തിന് മുകളിലെത്തട്ടോ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരുപാട് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ പ്രാർത്ഥിക്കാനുള്ള ആളുകൾക്ക് അംഗശുദ്ധി വരുത്താനുള്ള ആ കുളത്തിന് പകരമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഇത് ലേഡീസിന് വേറെയും ജെൻസിന് വേറെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഒരുപോലെ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ അതിനുള്ള സൗകര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചെറിയൊരു തറയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വേറെ സാധനം കാണാനുണ്ട്. എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു രീതിയിലൊക്കെ ആർക്കിടെക്ചർ സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഗേറ്റ് നമ്പർ 2 കേട്ടോ. ഗേറ്റ് നമ്പർ 2 അടുത്ത് വലിയൊരു ഡോറ് കാണുന്നു കേട്ടോ, മരത്തിൻ്റെ. ഇവിടെയൊക്കെ ഡോറുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലോട്ട് പോകാനുള്ളത് അതൊക്കെ ക്ലോസ് ആണ്. ഒക്കെ ഹിന്ദിയിലാണ്, ഇംഗ്ലീഷിലൊന്നും കൊടുത്തിട്ടില്ല എന്താണെന്നുള്ളതൊന്നും. ഇതാണ് കേട്ടോ ഈ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. നമ്മൾ ഗേറ്റ് നമ്പർ 2 കൂടി കയറി വരുമ്പോൾ ബാക്കിൽ സൺസെറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ വേറെ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്, അല്ലാതെ കാണാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെ വരുന്നുണ്ട്. എൻ്റെ ചുറ്റും കണ്ടില്ലേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇനി അടുത്ത എവിടെ ഉള്ള റെഡ് ഫോർട്ടോ. ഇനി റെഡ് ഫോർട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. പോകാൻ കഴിയുമെന്ന് അറിയില്ല. ഇനി ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ട് നടന്ന് പോകണോ അല്ലെങ്കിൽ വണ്ടി അവിടെ നിന്ന് എടുക്കണമെന്ന് അറിയില്ല. കണ്ടോ ബേക്കിൽ നടന്നു പോകാം. ഗേറ്റ് 2 പിന്നെ അത് ഗേറ്റ് 1 ആ ഭാഗം അതാണ് നമ്മൾ വന്ന ഭാഗം. ഗേറ്റ് 3 പിന്നെ ബേക്ക് കാണുന്നത് ജുമാ മസ്ജിദ്. അടിപൊളിയാണ്, എല്ലാവരും വന്ന് കാണണം. ശരിക്കും ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നുണ്ട്. നല്ല ഒരു അല്ലേ, നല്ല കാറ്റൊക്കെ അല്ലേ, അടിപൊളിയല്ലേ. അടിപൊളിയാണ്. ഇസ്മായിലിനും ആശിക്കിനൊക്കെ ഇഷ്ടപ്പെടുകയും അവർക്ക് പിന്നെ അവിടെ വരാൻ തന്നെ ഇഷ്ടമല്ല. അവർക്ക് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടില്ലേ. അതാ നമ്മളൊന്നും എടുത്ത് കൊണ്ടോ, ഇതൊന്നും ഇല്ല, സമയമല്ലായിട്ടാ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു. അപ്പോൾ നമ്മൾ ഗേറ്റ് 2 കൂടി പുറത്തിറങ്ങിട്ടോ. 3 കൂടെയാണ് കയറി വന്നത്. ഗേറ്റ് 2 കൂടെ നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ പുറത്ത് കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ ഗേറ്റിൽ അതൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാണെന്ന് തോന്നുന്നു മെയിൻ ആളുകളൊക്കെ കയറി വരുന്ന സ്ഥലം. ചെറിയ കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് തെരുവ് കച്ചവടങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അത് ആ കാണുന്നതാണ് റെഡ് ഫോർട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയൻ്റെ വ്യൂ ഇവിടുന്ന് കണ്ടോ. ഇനി നമുക്ക് ആ ആളുകളുടെ ഇടയിൽ കൂടെ വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഓ ഗായ്സ്, നമ്മൾ ഈ തെരുവിൻ്റെ കച്ചവടത്തിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങിട്ടോ. അവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചെവി ക്ലീൻ അല്ലേ, ചെവി ക്ലീൻ ചെയ്തിട്ട് വരെ അങ്ങനെയാണ് ഇവർ. എന്തൊക്കെ പല ജീവിതമാർഗങ്ങളാണ്, ജീവിതങ്ങളാണ് ഇഷ്ടം പോലെ. ഇവിടെ ക്യാപ്പുകളുണ്ട്, ബാഗുകൾ, പിന്നെ നാടൻ ബാർബിക്യൂ കാണണ്ടേ. ഫുഡൊക്കെ കണ്ടോ, സ്ട്രീറ്റ് ഫുഡൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നടക്കില്ല കേട്ടോ.
ഓ ഗായ്സ് ഈത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയാ സാധനമുള്ളത്? ഓ കാറ് വാങ്ങണോ? എടാ ഉരുട്ടി കളിക്കുക അതല്ല എന്താ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതൊരു ബാറ്ററി വണ്ടിയിൽ ഒരു ബാറ്ററി മാത്രമാണുള്ളത്. ബാഗുകൾ വെള്ളിപ്പാത്രങ്ങൾ എൻ്റെ പൊന്നെ സെറ്റപ്പാട്ടത് വെള്ളിയാണ്. വെറുതെ പറയുന്നേ വെള്ളിയാ ആണോ? വെള്ളിയൊന്നല്ല എന്തോ ആട്ടെ. നമുക്കിത് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്നാണ് തോന്നുന്നത് ഇല്ലേ? എങ്കിലും ഒക്കെ എത്തും നമ്മളല്ലാണ്ട് നമ്മളെ ആ രീതിയിൽ. ആ മലയാളമൊക്കെ പറയുന്നുണ്ടാണ്. മലയാളീസ് കുറേ ഉണ്ട് കേട്ടോ. നമ്മളെ വന്ന് ഒന്ന് രണ്ട് ആൾക്കാരൊന്ന് പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ മലയാളം സംസാരിക്കാൻ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ മലയാളത്തിന്റെ പ്രത്യേകത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് നമ്മളെ ഭാഷ ഓലെ മേലെ അടിച്ചേൽപ്പിക്കും. എന്നിട്ട് കുറച്ച് സംസാരങ്ങൾ, അതായത് എവിടെ പോടാ ഇവിടെ അതെ ആ കച്ചവടക്കാരൻ പറയുന്ന കേട്ടോ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കണ്ടു അല്ലേ? ഇന്നലെ അവനോട് ചോദിക്കുന്ന അങ്ങോട്ട് പോകുന്നതിന് എന്താ പറയുക അല്ലേ? പോകുന്നതെന്നുള്ളതിൻ്റെ ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് അതെന്താണ് മലയാളം പറയുക? എന്തൊക്കെയോ പറയുന്ന എടുക്കുന്നത്. ഹിന്ദി സംഭവം അറിയൊന്നുമില്ല, പക്ഷെ എന്തോ പറയുന്ന കേട്ടിട്ടുണ്ട്. ഹിന്ദിയൊക്കെ പഠിച്ച് ഹിന്ദിക്കാരല്ലാത്ത ഹിന്ദി സമസ്റ്റാ നെയ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരലായിരുന്നു. പക്ഷേ ബംഗാളിയൊക്കെ അല്ലാതെ കൊണ്ട് അറബി കയറി വന്നു. അറബി കവിയാന്ന് തോന്നുന്നുണ്ട്. ഓ ഗായ്സ് ഇവിടെ കണ്ടോ കച്ചവടങ്ങളാണ്, തെരുവിലെ കച്ചവടങ്ങൾ. എന്തൊക്കെയാ കച്ചവടം ചെയ്യുന്നത്? ഡ്രസ്സുകളുണ്ട്. ഇസ്മായിൽ എനിക്ക് ഒറ്റ ടീഷർട്ട് ഉണ്ട്, നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് വാങ്ങിയത് പോലത്തെ. കത്തി അണയ്ക്കുന്ന സെറ്റപ്പാട്ടോ. ഓ പാനിപ്പൂരി വേണ്ട. അപ്പോൾ ഗൈസ് ഇത് ഒരുപാടുണ്ട് കേട്ടോ. നമ്മളെല്ലാ സ്ഥലത്തും എത്തുമ്പോഴും അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ എത്തല് രാത്രിയൊക്കെ ആണ് എത്തല്. ഇന്നലെ നമ്മൾ ഡൽഹിയിലെത്തിയപ്പോൾ രാത്രിയാണ് എത്തിയത്. അത് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നത് പോലത്തെ. പക്ഷേ ഇത് പകല് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അതാ നല്ല പരിപാടിയാണ്. ആകെ വിളിച്ചു പറയാൻ ആകെ റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതൊരു സ്പീക്കറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ രാജസ്ഥാൻ ബോർഡറിൽ കയറിയപ്പോൾ പച്ചക്കറി ഇല്ലേനോ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ പറ്റില്ല. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകും. ഗായ്സ് ട്രെയിൻ കണ്ടോ? ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. പൊളി തന്നെ. രാജധാനിയാ വേറെ. കിतना रुपया 70 रुपया. മനസ്സിലായില്ല കാണിക്കുന്നവാ. സത്താർ എന്ന് പറഞ്ഞ ഒരാളല്ലേ? സത്താർ മനുഷ്യനെ വയസ്സ്. നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. എല്ലാ സാധനം കൊണ്ട് തന്നെ നാട്ടിലെത്താനാവെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തൊക്കെ ഇവിടെ ഹോണാണ് കേട്ടോ. അതാ ഹോൺ അടിക്കുന്നത്. അവനെ സ്വിച്ചാക്കിയാ പോരെ അല്ലേ? പൈസ കണ്ടോ? ഒരുപാട് കച്ചവടങ്ങൾ കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഓ ഗായ്സ് നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ തെരുവിൽ കൂടി നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാർക്കറ്റിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ സമയം 6:20 റെഡ് ഫോർട്ട് ഏതാ അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് നടന്നു പോകാണ്ട് പോയി നോക്കാം. ഏതെങ്കിലും വഴിക്ക് പോയി നോക്കാം എത്തുമെന്ന്. ഇല്ലങ്ങനെ പോയി എത്തുന്നൊക്കെ പറഞ്ഞു ഒരു ഓട്ടോക്കാരൻ അവിടെ പറഞ്ഞു തന്നു. അപ്പോൾ പോയി നോക്കട്ടോ. ഓ ഗായ്സ് നമ്മൾ കഷ്ടപ്പെട്ട് നടന്ന് റോഡ് കണ്ടുപിടിച്ച് വന്നിട്ടോ. ഇവിടെ എത്തി, ഒരു പാർക്കിങ്ങിലെത്തി. ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തിയതാ കണ്ടോ. റെഡ് ഫോർട്ടാണ്. പീകോക്ക് അതൊക്കെ ഉണ്ട് കണ്ടോ. പക്ഷേ എൻട്രൻസ് ഇല്ല, എൻട്രി ഇല്ല കേട്ടോ. ഇതിൽ എൻട്രി ഇല്ല. അപ്പോൾ ക്ലോസ് ആണെന്ന് പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞ് ഇത് കൊറോണയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നടന്നു വന്നത് വെറുതെ ആയി കണ്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. അത് എന്തായാലും കാണാൻ കഴിയില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ് എന്തായാലും.
സമയം 6:30 കഴിഞ്ഞു അല്ലേ? നടന്ന് വെറുതായി. നഷ്ടമായി പോയി. പക്ഷെ എന്നാലൊരു ഇവിടുന്ന് കാണാൻ പറ്റി, ദൂരത്ത് കാണാൻ പറ്റിയെന്നാ ഭയങ്കര ഭംഗിയാട്ടോ. ഇവിടുന്ന് അടിപൊളിയാണ്. കണ്ടോ ഒരുപാട് ഏരിയ അത് കാണുന്നുണ്ട്. ആ റോഡിന് പോയി കാണാൻ പോലും അവിടെ ഇല്ല. പോട്ട് കണ്ടില്ല. അതായത് ഇങ്ങനെ ലൈറ്റും കാര്യമൊക്കെ കണ്ട് നല്ലൊരു ഫോട്ടോ കണ്ട് നല്ലാണ്ട് കണ്ടില്ല. സംഭവം സെറ്റപ്പായി. അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് കാണാനല്ലാതെ ഒന്നും ചെയ്യാനാവില്ല. നമ്മള് വന്ന് അടുത്തത് നമുക്ക് കൊറോണയൊക്കെ എന്തെങ്കിലും കഴിയെങ്കിൽ വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ക്ലോസ് ആണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എൻട്രി ഇല്ല. ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ന് ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ആവും എന്നുള്ളത് അറിയില്ല. മുംബൈ ഇപ്പം ക്ലോസ് ആയതുപോലെ ചിലപ്പം ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് നമുക്ക് കണ്ടിട്ട് പോകണം എന്നാണുള്ളത്. ഡൽഹിയിലുള്ള എല്ലാ കാഴ്ചകളും ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ തിരിച്ചു പോകാം. കണ്ടോ നമ്മൾ ഇപ്പോൾ സൈഡിൽ കൂടെയുള്ള റോഡിനാണ് കേട്ടോ പോകുന്നത്. ഏരിയ കേട്ടോ, ഇഷ്ടം പോലെ ഏരിയയിലുണ്ട്. വേറെ ലെവലായിരുന്നു, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. വല്ലാതെ നഷ്ടമായി പോയി നമുക്ക്. ഇതുപോലെ ഇപ്പോൾ ജാലിയൻ വാലാബാഗ് ക്ലോസ് ആണ്. പിന്നെ കൊറോണൻ്റെ പ്രശ്നം കൊണ്ട് ഇത് ക്ലോസ് ആണ്. പിന്നെ പിറ്റേന്ന് തന്നെ പാകിസ്ഥാൻ ബോർഡർ, വാഗാ ബോർഡർ ക്ലോസ് ആണ്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഈ ഒരു കൊറോണൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് മിസ്സായിട്ടോ. എന്തായാലും നമുക്ക് വണ്ടി കഴിഞ്ഞ് എവിടെ വെച്ചെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് ടാസ്ക് ആണ് കേട്ടോ. സ്മൈൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നടക്കണോ? ഓ ഇനി പറയും പോലെ നമുക്ക് പോയി നോക്കാം എവിടെയെങ്കിലും എത്തുമെന്ന്. ഗൈസ്, നമ്മളെ തകർക്കാനാവില്ല. നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂ മുഴുവനായിട്ട് ഒപ്പിയെടുക്കും. എല്ലാ ഭാഗത്തും പോകും. നമ്മളിപ്പോൾ 3 ഭാഗത്ത് വന്നിട്ടോ. കണ്ടോ എത്ര ഏരിയ ഉള്ളതെന്നുണ്ട് അറിയോ? ഒരുപാട് ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഫുള്ള് വൈഡിലിട്ടിട്ട് കിട്ടുന്നില്ല, മുഴുവൻ കിട്ടുന്നില്ല. കണ്ടോ ഏരിയ ഉണ്ട്. വേറെ ലെവലാണ്. രാത്രിയിലുള്ള ലൈറ്റൊക്കെ കൂടി വരുമ്പോൾ വേറെ സെറ്റപ്പ് തന്നെ അവിടെ കാണാൻ. എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ സ്മൈലതാ. അറിയില്ല, നമ്മളോട് അടച്ചെന്നാണ് തുറക്കാനില്ല. നമ്മളോട് ബന്ധാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പണിക്കാരായിരിക്കില്ലേ? പണിക്കാരാണ്ടില്ലേ? ഇവിടെ കൊതുകുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. ഇവിടെ ഭയങ്കര കൊതുകുണ്ട് കേട്ടോ. ഓ ഗൈസ്, നമ്മൾ നടന്നൊരു ബൈക്കായി ഏകദേശം പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇസ്മായിൽ എന്തായാലും പോയ വഴി മറക്കൂലല്ലേ? വന്ന വഴി മറക്കാത്തവനാണ് ഇസ്മായിൽ. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാൻ തെറ്റിച്ചെങ്കിലും ക്യാമറയും ഫോണൊക്കെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കാരണം ക്യാമറ കീശയിൽ കൊള്ളൂല, അല്ലെങ്കിൽ ബാഗിലിട്ട് പോകണം. ബാഗ് മൊത്തം അടിച്ചു പോകുന്നുള്ള പേടിയുണ്ട്. ഏരിയ ഉണ്ടോ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി പോയിട്ട് എവിടെ പോയി തപ്പി പിടിച്ചെടുക്കണം. സ്ഥലം നോക്കണം കേട്ടോ, എവിടെയാണുള്ളതെന്ന് ഒരു പിടുത്തമില്ല. ഓ ഗായ്സ്, അവസാനം വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടോ. വണ്ടീൻ്റെ അടുത്തെത്തി. വണ്ടി സേഫാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? സാധനങ്ങളൊക്കെ ഉണ്ടോ? സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഇന്നലെ എടുത്ത ആ റൂമിൻ്റെ അടുത്ത് പോയിട്ട് റൂമുണ്ടോ നോക്കണം. എന്നിട്ട് അതേ റൂമോ കിട്ടുകയാണെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും റൂം എടുക്കണം അല്ലേ? കാരണം അവിടെ മാത്രമേ റൂം ഏറ്റവും കുറഞ്ഞ കിട്ടാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ഏരിയ കണ്ടല്ലോ, ഭയങ്കര റഷാട്ടോ. ഭയങ്കര റഷ് എന്നാണ് റഷ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോലീസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. COVID-19 കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഹിന്ദിയിലാണ്. അപ്പോൾ COVID-19 കേൾക്കുന്നത് കൊണ്ട് അതിൻ്റെ അതൊന്നും മനസ്സിലായിട്ടോ, അല്ലാതെ മനസ്സിലാവുന്നില്ല. കാരണം കുറച്ചൊക്കെ ജീവിക്കാനുള്ള ഹിന്ദി മാത്രമേ നമുക്ക് അറിയുള്ളൂ. അത് നമ്മളെന്തായാലും നേരെ വിടുകയാണ്. ഇനി ലൊക്കേഷൻ ഇട്ടിട്ട് ആ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം കേട്ടോ. ഏകദേശം 6 കിലോമീറ്ററൊക്കെ പോകാനുള്ളൂ. പക്ഷേ അതിന് നല്ല സമയം എടുക്കും. നല്ല തിരക്കുണ്ടാവും ഈ സമയത്ത്. പുറത്ത് തിരക്ക് കണ്ടതാണ്. അപ്പോൾ 12 കിലോമീറ്റർ ഉണ്ട്. ആ 2 സ്ഥലത്ത് ഒന്നല്ലേ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ. ഓ ഗായ്സ്, 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇസ്മായിൽ പറഞ്ഞത്. ഇസ്മായിൽ തെറ്റല്ല കേട്ടോ. പറഞ്ഞാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോന്നിട്ടോ. ഒരുപാട് ദൂരം പോന്നു. നമ്മൾ ഇന്നലെ എടുത്ത റൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ പോയിട്ട് റൂമുണ്ടെന്ന് നോക്കട്ടോ. അല്ലാതെ നമുക്ക് വേറെ സൗകര്യമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. എന്തായാലും റൂം എടുക്കാനില്ല, അല്ലാതെ വേറെ രക്ഷയില്ല. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് പുറത്ത് കിടന്നാൽ മാത്രമേ നമുക്ക് പമ്പിലൊക്കെ സ്റ്റേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഈ കർഫ്യൂ ഉള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പണിയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചെറിയ പൈസക്ക് റൂം കിട്ടും അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ റൂം ഉണ്ടോ അല്ലെങ്കിൽ ഫുള്ളാണോ എന്നുള്ളത്. എയിംസിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്.
ഇവിടുന്ന് ജസ്റ്റ് യൂട്ടേൺ അടിച്ച് പോകണം. വരുന്ന വഴിക്കൊക്കെ ഒരുപാട് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, നല്ല ബ്ലോക്കാണ് ഈ ഒരു സമയത്തൊക്കെ. നമ്മൾ ഇന്നലെ എത്തിയത് 10 മണി ആവാനായപ്പോഴാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയത്. അതുകൊണ്ട് ഇന്നലെ കുറച്ച് ചെക്കിംഗ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു, ഇന്നത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഇന്നലെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് വണ്ടി അവിടെ പാർക്കിങ്ങിലേക്ക് കയറ്റിയത്. ഇത് നോക്കട്ടെ, നമുക്ക് റോഡൊക്കെ ഓപ്പൺ ആണ്, 10 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുള്ളൂ. സമയമായിട്ടില്ലല്ലോ, 8 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പോയി നോക്കാം റൂമിലേക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് റൂം കിട്ടിയിട്ടോ. നമുക്ക് ഇന്നലെ വന്ന ഹോട്ടലിൽ തന്നെ അതേ റൂം തന്നെ നമുക്ക് കിട്ടി. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് പോവുകയാണ്. ഇങ്ങനെ തന്നെ അറിയായിരുന്നെങ്കിൽ നമുക്ക് സാധനം ഇവിടെ വെച്ച് പോയായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ അല്ല, അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ രാത്രി കിടക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയ പൈസ കിട്ടുന്നത്. അല്ലാതെ ആണെങ്കിൽ ചെക്കൗട്ട് 2 ദിവസമൊക്കെ ആണെങ്കിൽ പൈസ കൂടും കേട്ടോ. അതായത് നമുക്ക് സാധനങ്ങളെടുത്ത് റൂമിലേക്ക് പോകാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ. ഓ ഗൈസ്, നമ്മളിതാ ഇന്നലെ നിന്ന റൂമിലല്ലേ സ്മൈലേ, റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ അവസ്ഥ കണ്ടോ, ഇതാണ് അവസ്ഥ. 2ാം നിലയിലാണ് റൂം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വന്നിട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് കിടക്കണം. കിടന്നിട്ട് രാവിലെ എണീച്ച് ഇവിടുന്ന് പോകണം. നാളെ നമ്മൾ ഡൽഹി വിടും. ഡൽഹിയിൽ നമുക്ക് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അത് ഭയങ്കര സീനാണ്. റൂം എടുക്കാതെ വേറെ എവിടെയും സ്റ്റേ ചെയ്യാൻ കഴിയില്ല. ദിവസവും ഇങ്ങനെ റൂം എടുക്കുകയാണെങ്കിൽ നാട്ടിലെത്തൂല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഫ്രഷായി വരട്ടോ, ഇത് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രഷായി വന്നു, ഇനി കിടക്കുകയാണ്. സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത്യാവശ്യം ക്ഷീണം കേട്ടോ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സപ്പോർട്ട് നൽകാൻ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഡൽഹിയിലെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ബാക്കി കാഴ്ചകളൊക്കെ ഉണ്ട്. നാളെ മാക്സിമം നമ്മൾ ഡൽഹിയിൽ നിന്ന് പോകാനുള്ള ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി കിട്ടുന്ന വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.